ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തര കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രശസ്തമായ കിയ്യൂർ ചന്ദ്രഗിരി ശ്രീ ശാസ്ത ക്ഷേത്രത്തിലാണ്. പിന്നെ ചന്ദ്രഗിരി കോട്ടയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലോട്ട് വന്ന ആ കോട്ടയും സന്ദർശിക്കാൻ കഴിയും. പിന്നെ കാസർഗോഡ് ടൗണിൽ നിന്നും 6-6.5 കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലോട്ടുള്ളൂ. പിന്നെ ഈ മുമ്പത്തെ കവാടം നിർമ്മിച്ചിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പക്ഷേ ഉള്ളിലത്തെ അമ്പലം കുറേ വർഷങ്ങളായി നിർമ്മിച്ചിട്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ്. അധികം ഭക്തന്മാരും ശനിയാഴ്ചകളിലാണ് ഇവിടെ എത്താറുള്ളത്. ഭയങ്കര തിരക്കാണ് ഇവിടെ ശനിയാഴ്ച. പലതരം ശനിദോഷങ്ങൾക്കും നിരാവരണമായ ഈ ക്ഷേത്രം ഉത്തര കേരളത്തിലെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തര കേരളത്തിലെ ശബരിമല എന്നും അറിയപ്പെടുന്നതിൻ്റെ ഒരൈതിഹ്യം എന്ന് പറയുന്നത്, കർണാടകയിൽ നിന്ന് മംഗലാപുരം വഴി ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർ ഇവിടുത്തെ ശാസ്താവിനെ തൊഴുത് ദർശിച്ചാണ് ശബരിമലയോട്ട് ആ യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ ഈ ക്ഷേത്രം ഉത്തര കേരളത്തിലെ ശബരിമല എന്നായി. പിന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, സഞ്ചരിച്ചു വരുന്ന ശാസ്താവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളതെന്ന് കൊണ്ട് തന്നെ ശബരിമല ശാസ്താവെന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പറയുന്നത്. അങ്ങനെ ഈ ക്ഷേത്രം ഉത്തര കേരളത്തിലെ ശബരിമലയായി വളരെ പ്രശസ്തമായി. നാലമ്പലത്തിനകത്ത് ശാസ്താവിൻ്റെയും ഭദ്രകാളിയും സർപ്പരൂപത്തിലുള്ള സുബ്രഹ്മണ്യൻ്റെയും ശ്രീകോവിലുകൾ കാണാൻ പറ്റും. ഇതാണ് ശാസ്താവിൻ്റെ ശ്രീകോവിൽ. കോവിലിനകത്ത് അമ്പും വില്ലും ഏന്തിയ ശാസ്താവിൻ്റെ പഞ്ചലോക വിഗ്രഹമാണ്. അമ്പും വില്ലും വിഗ്രഹത്തിൽ കൊത്തിയെടുത്തതാണ്. ഇതാണ് കുതിരക്കാളി അമ്മയുടെ ശ്രീകോവിൽ. കുതിരക്കാളി അമ്മയുടേത് കണ്ണാടി ബിംബമാണ്. നമ്മൾ എവിടെയും കാണാത്തൊരു പ്രത്യേക ശ്രീകോവിലാണ് സുബ്രഹ്മണ്യൻ്റേത്. ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ തുളസി തറയെ പോലെയാണ് കാണുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് സുബ്രഹ്മണ്യൻ്റെ ആണെന്ന്. സർപ്പഭാവത്തിൽ തന്നെയാണ് ഇവിടെ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്നത്. പേപ്പട്ടി വിഷബാധക്കെതിരെയും വളർത്തു മൃഗങ്ങൾക്കുണ്ടാവുന്ന പലതരം രോഗശമനങ്ങൾക്ക് വേണ്ടിയും കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ ഉണ്ടാക്കിയ നായുടെ പ്രതിമകൾ ഇവിടെ സമർപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പൂജ ഇവിടെയുണ്ട്. ചന്ദ്രഗിരി കോട്ടയും ചന്ദ്രഗിരി പുഴയും പഴയ തുളുനാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയായിരുന്നു. ആ സമയം ചന്ദ്രഗിരി പ്രദേശം മുഴുവനും ഭരിച്ചിരുന്നത് ചന്ദ്രാംഗത രാജാവായിരുന്നു. ചന്ദ്രാംഗത രാജാവിൻ്റെ ഉപാസമൂർത്തിയായിരുന്നു ഭദ്രകാളി ഭാവത്തിലുള്ള കുതിരക്കാളി അമ്മ. ഈ പ്രദേശം മൊത്തവും കുതിരക്കാളി അമ്മയുടെ പ്രദേശമായിരുന്നു. ഇവിടുത്തെ ഭക്തജനങ്ങൾ മൊത്തവും കുതിരക്കാളി അമ്മയായിരുന്നു പ്രാർത്ഥിച്ചത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്. ഇവിടെ ആരും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. കൂടുതൽ വലിയൊരു കുളം തന്നെയാണ്, നല്ല ആഴമുണ്ട്. മഴക്കാലത്ത് ഈ കുളം നല്ല നിറഞ്ഞിരിക്കും. നല്ല കുളമാണ്, വലിയ കുളം തന്നെയാണിത്. ശാസ്താവ് ഈ പ്രദേശം എത്തിയപ്പോൾ ഈ മലയോരങ്ങളും പ്രകൃതി ഭംഗിയും പിന്നെ ചന്ദ്രഗിരി പുഴയും ഒക്കെ കണ്ട് ശാസ്താവ് ഇവിടെ തന്നെ കുടിയിരിക്കണമെന്ന് ഗ്രഹിച്ചു. ഈ ആഗ്രഹം ചന്ദ്രാംഗത രാജാവിനെ അറിയിച്ചു. അങ്ങനെ ശാസ്താവ് രാജാവിൻ്റെ ഭാവത്തിൽ അല്ലെങ്കിൽ യോദ്ധാവിൻ്റെ ഭാവത്തിൽ ഇവിടെ വാഴാനായി ആഗ്രഹിച്ചു. ഇതാണ് ഐതിഹ്യം. പിന്നെ ഇവിടുത്തെ കുതിരക്കാളി അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുതിരക്കാളി അമ്മയും ശാസ്താവും യുദ്ധം ഘോരമായപ്പോൾ മഹാവിഷ്ണുവും പരമേശ്വരനും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഉടമ്പടിയിലെത്തി. ഇവിടുത്തെ സർവാധിപനായി രാജാവായി ശാസ്താവിനെ വാഴിക്ക എന്നും പിന്നെ കുതിരക്കാളി അമ്മയ്ക്ക് ആദ്യ പൂജയെന്നും പറഞ്ഞു. അങ്ങനെ ശാസ്താവും ഭഗവതിയും തുല്യ ഇതിൽ ഇവിടെ വാഴുന്നു.
നമ്മൾ വേറെ ക്ഷേത്രത്തിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മരം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നടുക്ക് തന്നെയാണ് ഈ മരം ഉള്ളത്. കുറേ ഇലകളും പിന്നെ കുറേ ശാഖകളും ഈ മരത്തിനുണ്ട്. ശാഖമരം എന്നാണ് ഈ മരത്തിനെ പറയാറ്. പിന്നെ ഈ മരവും കുതിരക്കാളി അമ്മയുമായിട്ടുള്ള ഒരു ഐതിഹ്യം ഇവിടെ പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്നാൽ അറിയാം ഈ മരം കുറേ വലുതായിട്ടും ശാഖകളും ഇലകളും ഒക്കെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ ഒരു മനോഹരമായ ആൽത്തറയും ഉണ്ട്. ഈ ആൽമരത്തിൻ്റെ നടുക്കാണ് മറ്റേ ഗണപതിയുടെ വിഗ്രഹം ഉണ്ട് ഇവിടെ. അത് കോവിലാണ്. അവിടെ പൂജയും എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അശ്വത്ഥം ബോധി വൃക്ഷം എന്നറിയപ്പെടുന്ന അരയാലാണ് വൃക്ഷങ്ങളുടെ രാജാവ് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നാഗരാജാവും നാഗകന്യകയുണ്ട്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ വന്നാൽ എപ്പോഴും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇവിടെ എൻ്റെ അമ്മേൻ്റെ വീട് അടുത്ത് തന്നെയായി ഈ ക്ഷേത്രം. ആദ്യം ഇവിടെ കയറിയിട്ട് ഇവിടെ ചുറ്റിയിട്ടാണ് ഉള്ളിലോട്ട് പോകാറുള്ളത്. ഇതിൻ്റെ അടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ. നാഗരപഞ്ചമിക്ക് ഇവിടെ വിശേഷമുണ്ട് ഈ നാഗത്തിനായിട്ട്. പിന്നെ വിഷു ദിവസം ഇവിടെ കണിയും വെക്കാറുണ്ട് ഉള്ളിലെ ക്ഷേത്രത്തിൽ. വലിയൊരു ഉത്സവമാണ് ചെറിയ പാട്ടുത്സവവും വലിയ പാട്ടുത്സവവും. വൃശ്ചിക മാസത്തിലാണ് ഇത് നടക്കാറുള്ളത്. വൃശ്ചിക മാസത്തിലെ സംക്രമത്തിന് 7 ദിവസങ്ങളോടെയാണ് ഈ പാട്ടുത്സവം നടക്കാറുള്ളത്. വലിയ പാട്ടുത്സവം 7ാം ദിവസം കളത്തരരിയോടെ വലിയ പാട്ടുത്സവം സമർപ്പിക്കും. തുലാമാസത്തിലെ അമാവാസത്തിൽ തുടങ്ങി 3 ദിവസം നിൽക്കുന്ന ഉത്സവമാണ് ചെറിയ പാട്ടുത്സവം. പിന്നെ ഈ അമ്പലത്തിലെ ചുറ്റുപാടിലും മുഴുവനും മരങ്ങളൊക്കെയാണ്. ഫുള്ളൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ക്ഷേത്രത്തിൽ ചുറ്റും ഉള്ളത്. പിന്നെ ഇവിടെ ശനിയാഴ്ച പൂജ കഴിഞ്ഞ് എല്ലാ ഭക്തജനർക്കും ചോറൂണ് കൊടുക്കാറുണ്ട്. പിന്നെ ഉപവാസമുള്ളവർക്ക് അതും കൊടുക്കാറുണ്ട്. അവിടെ പായസമൊക്കെ ആയിട്ട്. ഇവിടെ മുമ്പിലാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്യാറ് വണ്ടികൾ. മുമ്പിൽ തന്നെ ട്രെയിനും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനാണ്, കളനാടാണ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.